മേലെപ്പറമ്പിലാണ് വീട്ടിലെ തമിഴ്നാട്ടില് ചായക്കട നടത്തുന്ന കുട്ടൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പം ഈ ഒടുവിലേട്ടനൊക്കെ അങ്ങനെ വലിയ വേഷപ്രച്ഛന്നതകളൊന്നും ഇല്ലെങ്കിലും അവതരിപ്പിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് എത്രയോ നാളായിട്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരാളായിട്ട് തോന്നും. അവിടുത്തെ പൈപ്പ് തുറക്കുമ്പോഴും ആ ബക്കറ്റ് എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ നമ്മൾ പറയുമ്പോൾ അതിൽ ചില ടിപ്പിക്കൽ മോമെൻറ്റ്സ്, മുഹൂർത്തങ്ങളുണ്ടാവും, വെരി ക്രിട്ടിക്കലുമായിട്ടുള്ള മോമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ, ഇപ്പോൾ മേലേപ്പറമ്പിൽ ആൺവീടിൽ തന്നെ ജയറാം പവിഴമായിട്ട് പ്രേമമായി, പ്രശ്നമായി, കല്യാണവും കഴിച്ചു. അപ്പോൾ ഞാൻ എന്തു ചെയ്യും, വീട്ടിലോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ? അപ്പോൾ പല പ്രാവശ്യവും വീട്ടിലൊരു ജോലിക്കാരുടെ പ്രശ്നം ജയറാം ഈ കുട്ടൻ നായരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട്, എടാ അതിന് നീ ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വീട്ടിലൊരു ജോലിക്കാരിയാണ് ആവശ്യമെങ്കിൽ ആ വേഷത്തിൽ അവളെയും കൊണ്ടുപോകും, അവിടെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ അതങ്ങ് തീരുകയും ചെയ്യുമല്ലോ എന്ന് പറയുന്ന ഡയലോഗ് ഒരു സാധാരണ നടൻ പറഞ്ഞാൽ കിട്ടത്തില്ല. അതിത്ര സ്വാഭാവികമായിട്ട് പറ്റില്ല. ഇത് വലിയൊരു പ്ലാനോ ഐഡിയ പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് അദ്ദേഹം വളരെ ജെനുവിനായിട്ടാണ് പറയുന്നത്. ചുമ്മാ അങ്ങ് പറയും. അപ്പോൾ അത്തരം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സീക്വൻസ് കൈകാര്യം ചെയ്യാനും ഉണ്ണിയേട്ടനെ പോലൊരു നടൻ്റെ പ്രസക്തി വളരെ വലുതാണ്. താങ്ക് യു സർ. ഓർമ്മയിലെ